നമ്മൾ ആദ്യം തന്നെ പോകുന്നത് പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെയാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ ദിവസമാണിന്ന്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും അടക്കം KSRTC ബസ്സിൽ ഇനി മുതൽ സൗജന്യ യാത്രയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് 8:30 കൂടിയാണ് മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യുക. തിരുവനന്തപുരത്ത് 9 മണിയോടുകൂടി ഈ സർവീസ് എല്ലാവർക്കും ലഭ്യമാകും. 9 മണി തൊട്ട് സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ചെയ്യാമെന്നുള്ളതാണ്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമാണ് KSRTC ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് 8:30 നിർവഹിക്കും. രാവിലെ തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയിൽ നിന്നാകും മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും ഇത് ഉദ്ഘാടനം നടത്തുക. പിന്നീട് ദർബാർ ഹാൾ വരെ അവർ യാത്ര ചെയ്യുകയും ചെയ്യും. സീറോ വാല്യൂ ഉള്ള പ്രിയദർശിനി ടിക്കറ്റ് എടുത്തു വേണം സ്ത്രീകൾ യാത്ര ചെയ്യേണ്ടത്. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സാണുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ MLA-മാർ പങ്കെടുക്കില്ല. KSRTCയുടെ എല്ലാ ബസ്സിലും സൗജന്യ യാത്ര എന്ന വാഗ്ദാനം പാലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സ്ത്രീകൾക്ക് മാത്രമുള്ള സൗജന്യ യാത്രയിൽ പ്രതിഷേധിച്ച് മെൻസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബസ് തടയും. വാഗ്ദാന ലംഘനം ആരോപിച്ച് ശക്തമായ പ്രതിഷേധത്തിനാണ് BJP തീരുമാനം. VV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. VV അരുൺ, ഇന്ന് സ്ത്രീകളുടെ ഒരു ദിവസമായി മാറുകയാണ് പ്രിയദർശിനി പദ്ധതി. 8:30 കൂടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി മുതൽ സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാം, അല്ലേ? തീർച്ചയായിട്ടും ഒരുപക്ഷെ സമീപകാലത്ത് സംസ്ഥാനത്തുണ്ട ഏറ്റവും സ്ത്രീപക്ഷമായ ഒരു പ്രഖ്യാപനം, ഒരു പദ്ധതിയുടെ തുടക്കമാണ് ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. 8:30 കൂടി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് തമ്പാനൂർ KSRTC ഡിപ്പോയിലാണ്. ഈ വാഹനത്തിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുക. ഈ ബസ്സിലാണ് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് രേഖപ്പെടുത്തിയ ഈ ബസ്സിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുക. അതിന്റെ ക്രമീകരണങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്. മുഖ്യമന്ത്രിക്കും മറ്റും യാത്ര ചെയ്യാനുള്ള സീറ്റുകൾ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഈ ബസിന്റെ ഒന്നാം നിരയിൽ, ഇടതുവശത്ത് ഒന്നാം നിരയിൽ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഇരിക്കും. ആ രീതിയിൽ വാഹനങ്ങൾ ക്രമീകരിച്ച് ഇട്ടിട്ടുണ്ട്. അതിന് പുറകിൽ ഗതാഗത സെക്രട്ടറിയും പിന്നാക്ക വകുപ്പ് മന്ത്രിയും യാത്ര ചെയ്യും. MLA-മാർക്ക് വേണ്ടി പ്രത്യേക സീറ്റും ഇവിടെയുണ്ട്. ഈ ഗതാഗത സെക്രട്ടറിയും പിന്നാക്കക്ഷേമ മന്ത്രിയും ഇരിക്കുന്ന സീറ്റുകൾക്ക് പുറകിൽ ഓരോ MLA-മാർക്കായി നെയ്യാറ്റിൻകര, കോവളം ഉൾപ്പെടെയുള്ള MLA-മാർ, ചീഫ് സെക്രട്ടറിക്ക് പ്രത്യേക ഇരിപ്പിടമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള VVIP-കൾക്ക് യാത്ര ചെയ്യാൻ ഇവിടെ നിന്ന് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാൾ വരെയാകും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ യാത്ര ചെയ്യുക. ബസിന്റെ മുൻവശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ മുൻവശത്ത് ഈ രീതിയിൽ ഇവിടെ ഇത്തരത്തിൽ അലങ്കരിച്ചിട്ട ബസ്സാണ്. ഇവിടെ ഈ രീതിയിൽ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് മാർക്ക് ചെയ്ത ഈ ബസ്സിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും 8:30 കൂടി തമ്പാനൂരിൽ നിന്ന് യാത്ര തുടങ്ങുന്നത്. മെഡിക്കൽ കോളേജ്, കാര്യവട്ടം, കഴക്കൂട്ടം, ചാന്നാങ്കര, കഠിനംകുളം വഴി പെരുമാതുറയിലേക്കുള്ള ബസ്സാണ്. സ്ഥിരം ഒരു ബസ് റൂട്ടാണ്. ഈ ബസ് റൂട്ടിലാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും യാത്ര ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി, UDF-ന്റെ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര എന്നുള്ളത്. അത് പൂർണ്ണമായും എല്ലാ ബസ്സുകളിലും യാത്ര എന്ന ആ പ്രഖ്യാപനം നടപ്പായില്ലെങ്കിൽ പോലും സ്ത്രീകൾക്ക് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നായ സൗജന്യ യാത്ര ജൂൺ 15-ന് ആരംഭിക്കും. പിന്നീട് അതിനുവേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ ഏതൊക്കെ ബസ്സുകളിൽ വേണമെന്ന കാര്യത്തിലൊക്കെ തീരുമാനിക്കാനുള്ള കാത്തിരിപ്പായിരുന്നു. പിന്നീട് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അതിനും അംഗീകാരം നൽകി. ഓർഡിനറി ബസ്സുകളിൽ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ഓർഡിനറി ബസ്സുകളിൽ ആദ്യഘട്ടത്തിൽ ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സൗജന്യ യാത്ര പ്രഖ്യാപിക്കുകയായിരുന്നു സർക്കാർ. ആ യാത്രയാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. ഈ പെരുമാതുറ ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇവിടെ നിന്ന് ദർബാർ ഹാൾ, സെക്രട്ടേറിയറ്റ് ദർബാർ ഹാൾ വരെയാകും മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുക. അതിനുശേഷം മറ്റെല്ലാ ഡിപ്പോകളിലും ഇത്തരത്തിൽ ഉദ്ഘാടന ചടങ്ങുകൾ ഉണ്ടാകും. MLA-മാരും മന്ത്രിമാരും വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്താകെ 3125 ബസ്സുകളാണ്, ഓർഡിനറി ബസ്സുകളാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ബസ്സുകളിലാണ് യാത്ര ഉണ്ടാവുക. തിരുവനന്തപുരത്ത് 687 ബസ്സുകൾ ഉൾപ്പെടെ മലബാർ മേഖലയിലാണ് ബസ്സുകൾ താരതമ്യേന കുറവുള്ളത്.
ഓർഡിനറി ബസ്സുകളുടെ എണ്ണ കുറവുള്ളത്. അത് വലിയ വിവാദമൊക്കെ ആയിക്കഴിഞ്ഞു. അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഏതായാലും സൗജന്യ യാത്ര 8:30 ആരംഭിക്കും. ആ പദ്ധതി ഉദ്ഘാടനം 8:30 ആരംഭിക്കും. അതിനുശേഷം എല്ലാ ഡിപ്പോകളിലും ആ ബസ്സുകളുടെ സർവീസ് തുടങ്ങും. ബസ്സിൽ കയറുന്ന സ്ത്രീകൾക്ക് സീറോ വാല്യൂള്ള ടിക്കറ്റ്, എല്ലാവരും നിർബന്ധമായും ടിക്കറ്റ് എടുത്തിരിക്കണം. സീറോ വാല്യൂള്ള ടിക്കറ്റ്, ആ ടിക്കറ്റുമായി മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ലഭിക്കുന്നത് പോലുള്ള ഇലക്ട്രോണിക് വെൻഡിംഗ് മെഷീനിൽ നിന്ന് ടിക്കറ്റുകൾ, സീറോ രേഖപ്പെടുത്തിയ ടിക്കറ്റുകൾ കൈമാറും. ആ ബസ്സിൽ ആ ടിക്കറ്റുമായി വേണം സ്ത്രീകൾ യാത്ര ചെയ്യേണ്ടത്. സ്ത്രീകൾക്കും കുട്ടികൾ ആൺകുട്ടികൾക്ക് 5 വയസ്സിന് മുകളിൽ ആൺകുട്ടികൾക്ക് സ്വാഭാവികമായും സാധാരണ പോലെ ഹാഫ് ടിക്കറ്റൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പൂർണ്ണ സൗജന്യമാണ്. ഇപ്പോൾ ബസ്സിന്റെ ഒരുക്കം അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യേണ്ട ബസ് അതിന്റെ അന്തിമ മിനുക്കുപണികളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനൊക്കെ ഇത് തമ്പാനൂർ ഡിപ്പോയ്ക്ക് മുന്നിലേക്ക്, KSRTC ബസ് സ്റ്റാൻഡിന്റെ മുന്നിലേക്ക് ഈ ബസ് മാറ്റി പാർക്ക് ചെയ്യും. 8:30 തന്നെ മുഖ്യമന്ത്രി എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഉദ്ഘാടന സെഷനൊക്കെ വച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തണം. ആ ഉദ്ഘാടനത്തിന് ശേഷം ഇപ്പോൾ ഈ ബസിന്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ സീറ്റ് മുൻവശത്ത് കാണാം. അതിന്റെ പിൻവശത്ത് ഗതാഗത സെക്രട്ടറിയും പിന്നാക്കക്ഷേമ മന്ത്രിയും മറ്റ് MLA-മാരും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ പ്രത്യേക സീറ്റുകളുണ്ട്. ബസിന്റെ ഉൾവശമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുടെ ബസ്സാണിത്. ഈ ബസ്സിൽ 8:30 മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും MLA-മാർ ജനപ്രതിനിധികളും ഒക്കെ ഇതിൽ യാത്ര ചെയ്യും. പ്രതിപക്ഷ MLA-മാർ ഈ ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമാകുന്നില്ല. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്, പ്രതിപക്ഷം ഇതിനോട് നിസ്സഹകരിക്കുമെന്ന് പറയുമ്പോൾ പദ്ധതി എതിർക്കുകയല്ല. സ്വാഭാവികമായും UDF-ന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന് പറയുന്നത് മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര എന്നുള്ളതായിരുന്നു. പക്ഷേ അത് പാലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അത് പാലിക്കണം. അതുകൊണ്ട് ഇടത് MLA-മാർ ജനപ്രതിനിധികൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ല. പക്ഷേ പദ്ധതിക്കോ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഈ തീരുമാനത്തിനോ തങ്ങൾ എതിരല്ല എന്ന നിലപാട് കൂടി ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും പ്രതിപക്ഷം മാത്രമല്ല, ഇപ്പോൾ മെൻസ് അസോസിയേഷൻ കൂടി പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തുകയാണ്. അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബസ് തടയാനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നു. അവർ തടയൽ പോലുള്ള പരിപാടികളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ BJP കുറച്ചുകൂടി ശക്തമായ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കും. വാഗ്ദാന ലംഘനമാണ് സർക്കാർ നടത്തിയത്, UDF നടത്തിയതെന്ന ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. സ്ത്രീകളുടെ വോട്ട് നേടിയത് പൂർണ്ണമായും സൗജന്യ യാത്ര. ഇത് മറ്റൊരു ബസ്സാണ്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കരുതുന്നു. പ്രിയദർശിനി സൗജന്യ യാത്രയുടെ മറ്റൊരു ബസ്സാണ്. ഇവിടെ നിന്നുള്ള ഒരു ബസ് കൂടി ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ ഉടൻ ഈ ബസ്സുകൾ യാത്ര തുടങ്ങും. ഏതായാലും ഇത്തരത്തിൽ പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നു. BJP വലിയ പ്രതിഷേധ പരിപാടികൾ, പ്രതിഷേധ മാർച്ചൊക്കെ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ജനങ്ങളെ വഞ്ചിച്ചു, സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് വോട്ട് നേടി, സ്ത്രീകളുടെ വോട്ട് നേടി അധികാരത്തിൽ സർക്കാർ ഇപ്പോൾ ചില ബസ്സുകളിൽ മാത്രമായി, ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ഈ വാഗ്ദാനം ചുരുക്കുകയാണ്. അതും മലബാർ പോലുള്ള മേഖലകളിൽ ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് മലബാറിലെ കണക്ക് ഒന്ന് പരിശോധിച്ചു പോയാൽ തെക്കൻ കേരളത്തിലൊക്കെ ഉള്ളതുപോലുള്ള ബസ്സുകളുടെ എണ്ണം മലബാറില്ല. കണ്ണൂരിൽ 205 സർവീസ് ഉണ്ട്. മലബാർ മേഖലയിൽ കൂടുതൽ സർവീസുള്ള ജില്ല കണ്ണൂരാണ്. കാസർഗോഡ് 121 സർവീസ് മാത്രമാണ്. വയനാട് അത് 172 മലപ്പുറത്ത് 98 ബസ്സുകൾ മാത്രമേ ഉള്ളൂ. UDF-ന് വലിയ ഭൂരിപക്ഷം ലഭിച്ച വലിയ രാഷ്ട്രീയ മുൻതൂക്കമുള്ള ജില്ലയാണ്. പക്ഷേ അവിടെ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. അതൊരു രാഷ്ട്രീയ വിവാദമായി ഇതിനകം മാറിക്കഴിഞ്ഞു. പാലക്കാടും 122 ബസ്സുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വരും ദിവസങ്ങളിൽ പരിഹരിക്കും. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ബസ്സുകൾ, ഓർഡിനറി ബസ്സുകൾ അനുവദിക്കും. ഓർഡിനറി ബസ്സുകൾക്ക് അപ്പുറത്തേക്ക് KSRTC സ്വയം പര്യാപ്തമാകണം. അതിനുശേഷം കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തും. ഓർഡിനറി അപ്പുറത്തേക്കുള്ള ബസ്സുകൾ കൂടി ഈ സൗജന്യ യാത്ര അനുവദിക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഏതായാലും മെൻസ് അസോസിയേഷൻ ഒരു വ്യത്യസ്ത പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. സ്ത്രീകളുടെ ഈ സ്ത്രീകൾക്ക് നൽകുന്ന സൗജന്യത്തിന് തങ്ങൾ എതിരല്ല. പക്ഷേ ഇത് പുരുഷന്മാർക്കും സൗജന്യം വേണം. അതാണ് മെൻസ് അസോസിയേഷന്റെ ആവശ്യം. അവർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയാണ് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചത്. ഇന്ന് 11 മണിയോട് സെക്രട്ടേറിയറ്റ് മുന്നിൽ സൗജന്യ യാത്ര നടത്തുന്ന പ്രിയദർശിനി ബസ് തടയുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. അത് സ്ത്രീകൾക്ക് നൽകുന്ന ഈ സൗജന്യത്തിന് എതിരെയുള്ള നിലപാടല്ല, പകരം പുരുഷന്മാർക്ക് കൂടി സൗജന്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മെൻസ് അസോസിയേഷൻ അത്തരമൊരു പ്രതിഷേധ പരിപാടിയിലേക്ക് പോകുന്നത്. അനുശ്വരി. ശരി, വി വി അരുണ്.
അരുൺ, മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ആദ്യത്തെ യാത്ര നിയന്ത്രിക്കുന്നതും സ്ത്രീകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ട്, അവരോട് സംസാരിക്കാൻ സാധിച്ചിരുന്നോ? ആദ്യ യാത്ര നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സഞ്ചരിക്കുന്ന ഈ വാഹനം ഓടിക്കുന്നതും ഒരു സ്ത്രീയാണ്. KSRTCയുടെ ആദ്യ വനിതാ കണ്ടക്ടറാണ് അവർ. പെരുമ്പാവൂർ ഡിപ്പോയിലെ വനിതാ ഡ്രൈവറാണ്. പെരുമ്പാവൂർ ഡിപ്പോയിലെ ഡ്രൈവറാണ്. അവരാണ് ഷീല. അവരാണ് ഈ യാത്ര ആദ്യമായി പ്രിയദർശിനി യാത്ര വാഹനം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സഞ്ചരിക്കുന്ന ബസ് ഓടിക്കുന്നത്. സ്വാഭാവികമായും അവർ അല്പസമയത്തേക്ക് ഇവിടേക്ക് എത്തും. അവർ KSRTCയുടെ ആദ്യ വനിതാ ഡ്രൈവർ കൂടിയാണ്. അങ്ങനെ ഒരു അവസരം കൂടി അവർക്ക് ലഭിക്കുകയാണ്. സ്വാഭാവികം സ്ത്രീകൾക്ക് ഏറ്റവും പ്രതീക്ഷയോടുകൂടി കേരളത്തിലെ സ്ത്രീകൾ കാണുന്ന ഒരു പദ്ധതി. സൗജന്യം, പല കാര്യങ്ങളിലും സൗജന്യമുണ്ടെങ്കിൽ പോലും യാത്രാ സൗജന്യം, അത് സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് ആശ്രയമാകാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. ജോലിക്ക് പോകുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. പലർക്കും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പോലും ഈ സൗജന്യമായി യാത്ര ചെയ്യാം. അത് ഓർഡിനറി ബസ്സുകൾ മാത്രമേ പരിമിതപ്പെടുന്നു എന്നത് ഒരു ന്യൂനതയാണ്. പക്ഷേ അതെങ്കിലും ഉണ്ടാകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പലപ്പോഴും വാഗ്ദാനങ്ങൾ മാത്രം ഒതുങ്ങുന്ന ഒരു കാലം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് മുതൽ രണ്ട് പിണറായി സർക്കാരുകളും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്ന വാഗ്ദാനങ്ങൾ ഏതൊക്കെ നടപ്പാക്കിയെന്ന് എണ്ണി പിന്നീട് ജനങ്ങളെ അറിയിച്ചിരുന്നു. അതേ മാതൃകയിലേക്ക് ഇപ്പോൾ UDF സർക്കാരും വരികയാണ്. അവരുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അവർ ഈ പ്രധാനപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്ന് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിന്റെ പ്രഖ്യാപനം, തീരുമാനം എടുത്തിരുന്നു VD സതീശൻ സർക്കാർ. അതാണെന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ആ സൗജന്യ യാത്രയാണ് അല്പസമയത്തിനകം ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. ശരി, VV അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇന്ന് 8:30 മുഖ്യമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ്. എന്നാൽ പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുകയാണ്. ഒപ്പം തന്നെ മെൻസ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. മറ്റു വാർത്തകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് നോക്കാം.